രാഷ്ട്രീയത്തിലെ പണ്ഡിതൻ എന്നറിയപ്പെടുന്ന മുൻ വടകര എംപിയും കേന്ദ്രമന്ത്രിയായിട്ടുള്ള KP ഉണ്ണികൃഷ്ണൻ മരണപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കേരള രാഷ്ട്രീയത്തിലുള്ള അതേപോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ള സംഭാവനകളും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതമൊക്കെയാണെന്ന് ചർച്ച ചെയ്യുന്നത്. കൂടെയുള്ളത് KP സീതനാഥ് സാറാണ്. നമസ്കാരം സാർ. അപ്പോൾ എങ്ങനെയാണ് സാർ KP ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ ഓർമ്മിക്കുന്നത്? KP ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് ഒരുപക്ഷെ കേരളത്തിൽ അറിയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഡൽഹിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരും പെരുമയും. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മേഖല ശരിക്കും ഡൽഹിയായിരുന്നു. അതായത് 1960കളുടെ അവസാനം ഈ കോൺഗ്രസ്സിൽ ഒരു സ്പ്ലിറ്റ് വരുന്നതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ടല്ലോ. അതായത് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് അതിൻ്റെ ഇടതുപക്ഷ പുരോഗമന സ്വഭാവം വളരെ വ്യക്തമായി പ്രകടമാക്കിയ ഒരു ഘട്ടമായിരുന്നു. ആ ഘട്ടത്തിൽ വന്ന യുവ നേതാക്കളിൽ ഒരാളായിരുന്നു KP ഉണ്ണികൃഷ്ണൻ. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം കേരളത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ വളരെ വിചിത്രമായൊരു സാഹചര്യത്തിലായിരുന്നു. 1971 പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട്, വടകരയിൽ നിന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ലീലാ ദാമോദര മേനോനെയാണ് നിശ്ചയിച്ചിരുന്നത്. പക്ഷേ നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് ഡൽഹിയിൽ നിന്ന് KP ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം സ്ഥാനാർത്ഥിയായിട്ട് അയക്കുന്നത്. അദ്ദേഹം ഇവിടെ ആരാണെന്ന് പോലും ഇവിടുത്തെ ലോക്കൽ കോൺഗ്രസ് നേതൃത്വത്തിന് അറിയത്തില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു നിലയിലാണ് ഉണ്ണികൃഷ്ണൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത്. അപ്പോൾ 71 വടകരയിൽ കോൺഗ്രസ് ടിക്കറ്റിൽ നിന്നും മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്ത അദ്ദേഹം 77 വരെ ആ ലോകസഭയിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിരുന്നു. പക്ഷേ 77 നമുക്കറിയുന്നത് പോലെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ, അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയുടെ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പരാജയപ്പെടുകയും അത് കോൺഗ്രസ്സിനകത്ത് തന്നെ ഒരു സ്പ്ലിറ്റിലേക്ക് എത്തുകയും ചെയ്തു, പാർട്ടി പിളരുകയും ചെയ്തു. അപ്പോൾ ആ പാർട്ടി പിളർന്നപ്പോഴത്തേക്ക് അന്ന് ശരത് പവാറിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടാകുന്നു. ആ കോൺഗ്രസ് സോഷ്യലിസ്റ്റിൻ്റെ ഭാഗമായിരുന്നു ഉണ്ണികൃഷ്ണൻ എല്ലാം. എന്നിട്ട് ഉണ്ണികൃഷ്ണൻ ആ കോൺഗ്രസ് സോഷ്യലിസ്റ്റ്, പിന്നെ ഇവിടെ AK ആന്റണി അടക്കമുള്ളവരെല്ലാവരും അതിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ ഇവരെല്ലാവരും തന്നെ 1 by 1 ആയിട്ട് കോൺഗ്രസ്സിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത്. പക്ഷേ ഉണ്ണികൃഷ്ണൻ മാത്രം ആ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന നിലയിൽ നിലനിൽക്കുകയും പിന്നെ അദ്ദേഹം കേരളത്തിലെ ഇടതുമുന്നണിയുടെ ഭാഗമായി മാറുകയാണ് ചെയ്തത്. ഇന്നിപ്പം നമ്മൾ ഉണ്ണികൃഷ്ണൻ്റെ നോക്കുമ്പോഴത്തേക്ക് ഉണ്ണികൃഷ്ണനെ എന്താ പറയുന്ന ഒരു സ്കോളർ പൊളിറ്റീഷ്യൻ എന്ന് പറയുന്ന നിലയിലാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ വിപുലമായ വായനാശീലം, വളരെ വിപുലമായ ലൈബ്രറി, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ണികൃഷ്ണനെക്കുറിച്ച് അറിയുന്നവർക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ കാര്യങ്ങളായിരുന്നു. ഇപ്പം ഞാനെല്ലാം ഡൽഹിയിൽ പത്രപ്രവർത്തനം തുടങ്ങുന്ന 1980കളുടെ അവസാന വർഷങ്ങളിൽ ഉണ്ണികൃഷ്ണനെ വളരെ അടുത്ത് പരിചയപ്പെടാനും അദ്ദേഹമായിട്ട് ഇടപഴകാനുമായിട്ടുള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ്റെ പൊളിറ്റിക്കൽ കരിയറിലെ ഏറ്റവും നിർണായകമായ ഒരു സാധനമെന്ന് പറയുന്നത് അദ്ദേഹം VP സിംഗ് മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിന് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളാണ്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് 1990-91 കാലത്തെ ആദ്യത്തെ ഗൾഫ് യുദ്ധത്തിൻ്റെ സമയത്ത് കുവൈറ്റിൽ കുടുങ്ങിപ്പോയ മലയാളികളെ മുഴുവനായിട്ട്, ഇന്ത്യക്കാർ പ്രധാനമായിട്ടും മലയാളികളായിരുന്നു, അവരെ മുഴുവനായിട്ട് തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഓപ്പറേഷൻസ് നടത്തുന്നതിൽ ഉണ്ണികൃഷ്ണൻ്റെ പങ്ക് വളരെ നിർണായകമാണ്. അന്നത്തെ കേന്ദ്ര സർക്കാരിൽ ഈ ഒരു സാധനം നടത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ വാദം ഉന്നയിച്ചിട്ടുള്ളത് ഉണ്ണികൃഷ്ണനായിരുന്നു. ഒരുപക്ഷെ ഉണ്ണികൃഷ്ണനെ പോലെ പ്രഗത്ഭനായ ഒരു മന്ത്രി അല്ലായിരുന്നു അന്ന് ഈ കേരളത്തിൽ നിന്നുണ്ടായിരുന്നതെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അന്ന് ഏകദേശം 1,70,000-ഓളം ഇന്ത്യക്കാരാണ് അവിടെ കുടുങ്ങിക്കിടന്നത്. അതായത് ഒരു നോമാൻസ് ലാൻഡാണ്, മരുഭൂമിയിലാണ്, ജോർദാൻ മരുഭൂമിയിലാണ്. കുവൈറ്റിൽ നിന്ന് ഓടി വന്ന് ജോർദാൻ മരുഭൂമിയിൽ എവിടെ കിടക്കുകയാണ്. അപ്പം ഇവർക്ക് വേണ്ടുന്ന ഏകദേശം എനിക്ക് തോന്നുന്ന എയർ ഇന്ത്യ 63-65 ദിവസം തുടർച്ചയായി നടന്ന ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവരെ തിരിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവരെ കൊണ്ടുവരുന്നതിന് ഇവർക്ക് അതുവരെ താമസിക്കാനായിട്ടുള്ള
താൽക്കാലികമായ ടെൻറ്റുകൾ ഒരുക്കുന്നതനുസരിച്ചിട്ട്, അതായത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സഹായത്തോടു കൂടി ടെൻറ്റിങ് മെറ്റീരിയൽസ് ജോർദാനിലെത്തിച്ച് ആ ടെൻറ്റുകൾ ഉണ്ടാക്കി അങ്ങനെ ആ ടെൻറ്റുകളിൽ അവരെ താമസിപ്പിച്ചിട്ടാണ് 1 by 1 ആയിട്ട് അവരെ കൊണ്ടുവരുന്നത്. അപ്പോൾ കൊണ്ടുവരുമ്പോഴത്തേക്ക് അന്ന് ക്യാബിനറ്റിൽ അന്നത്തെ സിവിൽ ഏവിയേഷൻ മന്ത്രി ഒബ്ജക്ഷൻ വെച്ചു എന്നാണ് പറയുന്നത്. ഇവർ വരുമ്പോൾ ഇവരുടെ പൈസ ആര് കൊടുക്കും? എയർ ഇന്ത്യയുടെ ടിക്കറ്റ് പൈസ. അപ്പോൾ അന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവർ വരുന്നവരുടെ എല്ലാവരെയും പാസ്പോർട്ടിൽ എൻഡോഴ്സ് ചെയ്ത് മേടിക്കുക. കാരണം ഇവർ രണ്ടാമത് തിരിച്ചു പോകുമ്പോൾ ഈ പൈസ തിരിച്ചു കൊടുത്തിട്ട് ഇവർക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ഉള്ള നിലയിലേക്ക് ഈ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള പ്രാഗൽഭ്യം ഉണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ഇപ്പം തിരുവനന്തപുരത്തിന് ഇൻ്റർനാഷണൽ അന്ന് അന്താരാഷ്ട്ര പദവി കൊടുക്കുക എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വലിയ ആവശ്യമായിരുന്നു. അത് ഉണ്ണികൃഷ്ണൻ മന്ത്രിയായിരുന്നപ്പോഴത്തേക്കാണ് നടത്തിയത്. ഇന്നിപ്പം കേരളത്തിൽ നമ്മൾ നെടുമ്പാശ്ശേരി മറ്റേ കരുണാകരൻ എന്നെല്ലാം പറഞ്ഞിട്ട് വലിയ ഇത് പറയും. പക്ഷേ അന്ന് തിരുവനന്തപുരത്തിന് ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്റ്റാറ്റസ് കൊടുക്കണമെന്നുള്ള കേരളത്തിൻ്റെ ഡിമാൻഡ് ശരിക്കും ഉണ്ണികൃഷ്ണൻ മന്ത്രിയായിരുന്നപ്പോഴത്തേക്കാണ് നടന്നത്. കേരളത്തിൻ്റെ നാഷണൽ ഹൈവേ പ്രൊജക്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് അനുവദിക്കപ്പെടുന്നത് ഉണ്ണികൃഷ്ണൻ്റെ സമയത്താണ്. കാരണം അദ്ദേഹം ഒരു സമയത്ത് 2 വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്, സർഫേസ് ട്രാൻസ്പോർട്ടും കമ്മ്യൂണിക്കേഷൻസും. അതിൽ പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സാധനം അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നടന്നതാണ് ഈ കേരളത്തിൻ്റെ ടെലിഫോൺ ഇൻഫ്രാസ്ട്രക്ചറിനകത്തുള്ള വലിയൊരു വികാസം. അത് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ മിക്കവാറും എല്ലാ ടെലിഫോൺ എക്സ്ചേഞ്ചുകളും ഇലക്ട്രോണിക് എക്സ്ചേഞ്ചുകളാക്കി മാറ്റുന്ന തരത്തിലുള്ള അതിന് വേണ്ടുന്ന സാമ്പത്തിക സഹായവും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ അദ്ദേഹം ഈ ടെലികമ്മ്യൂണിക്കേഷൻസ് മന്ത്രിയായിരുന്നപ്പോഴത്തേക്കാണ് അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള ഇത് നടത്തിയത്. അപ്പോൾ ആ നിലയിൽ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഉണ്ണികൃഷ്ണൻ്റെ ആ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് വളരെ നിർണായകമായിരുന്നു. കേരളത്തിൽ നിന്ന് 7-8 മന്ത്രിമാർ മറ്റേ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒന്നും നടക്കാത്ത പല കാര്യങ്ങളും നടത്തുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നത്. കാരണം അത് ഡൽഹിയിലെ രാഷ്ട്രീയം എന്താണെന്ന് തിരിച്ചറിയുന്നതും പിന്നെ അത് എങ്ങനെ തൻ്റെ സംസ്ഥാനത്തിന് വേണ്ടി വിനിയോഗിക്കാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായൊരു ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിൻ്റെ പ്രാഗൽഭ്യം ഉണ്ടായിരുന്നു. പിന്നെ ഭാഷാപരമായിട്ടുള്ള കഴിവുണ്ടായിരുന്നു. തൻ്റെ വാദങ്ങൾ വ്യക്തമായിട്ട് അവതരിപ്പിക്കാനും അത് നേടിയെടുക്കാനും കഴിയുന്ന ഒരു ചാതുര്യം ഉണ്ടായിരുന്നു. പിന്നെ അന്ന് വി പി സിംഗിൻ്റെ മന്ത്രിസഭയിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടത്തുന്നതിന് അദ്ദേഹത്തിന് പിൻബലമായിരുന്നത് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയായിരുന്നു. കാരണം ആ മന്ത്രിസഭയ്ക്ക് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ, പ്രത്യേകിച്ച് CPM-ൻ്റെ ഒരു പിന്തുണ ഉണ്ടായിരുന്നു. അപ്പോൾ CPM ക്യാബിനറ്റിലില്ലെങ്കിലും CPM-ൻ്റെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പിൻബലം അദ്ദേഹത്തിനുണ്ടായിരുന്നതോടെ കൊണ്ടാണ് ഇത് നടന്നത്. പിന്നെ ഒരു പ്രതിപക്ഷത്ത് അദ്ദേഹം ഇരുന്നപ്പോൾ 80കളിൽ ഉണ്ണികൃഷ്ണൻ ദേശീയ തലത്തിൽ തന്നെ വലിയ ഒരു പേര് എടുക്കുന്നത് അദ്ദേഹം പാർലമെൻറ്റിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളാണ്. പ്രത്യേകിച്ച് ആ സമയത്ത് 80കളിൽ കോൺഗ്രസ് സർക്കാർ ഇന്ദിരാഗാന്ധി അധികാരത്തിൽ തിരിച്ചു വന്നതിന് ശേഷം നേരിട്ടുള്ള പല സുപ്രധാനമായിട്ടുള്ള അഴിമതി ആരോപണങ്ങളുണ്ട്. ഈ ആരോപണങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിൽ ഉണ്ണികൃഷ്ണൻ്റെ പങ്ക് വളരെ പ്രധാനമായിരുന്നു. അതിപ്പോൾ കുവോ ഓയിൽ സ്കാം അടക്കമുള്ള ഒരു സാധനം അതിൽ അദ്ദേഹമായിരുന്നു അത് പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ നമുക്കെല്ലാവർക്കും അറിയുന്നത് ഇപ്പോൾ ഞാനെല്ലാം ഉള്ള കാലത്ത് സംഭവിച്ചിട്ടുള്ളതാണ് ബോഫോഴ്സ് അഴിമതി കേസുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റേത്. അപ്പോൾ അതിൽ ബോഫോഴ്സ് ഈ ഇടപാടിനെ കുറിച്ചിട്ട് അന്നത്തെ മറ്റേ പ്രതിരോധ വകുപ്പിൻ്റെ ഒരു മായാദാസ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഇതിൻ്റെ ഈ ഹൊവിറ്റ്സർ ഗണ്ണാണ് ഇന്ത്യ മേടിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ഇവാലുവേഷൻ നടത്തിയിരുന്നു. അപ്പോൾ ആ ഇവാലുവേഷനിൽ ബോഫോഴ്സ് ആയിരുന്നില്ല ഏറ്റവും ടോപ്പിൽ വന്നത്. അങ്ങനെയുള്ള മായാദാസ് കമ്മിറ്റി റിപ്പോർട്ട് ആദ്യമായിട്ട് പാർലമെൻറ്റിലൊരു ചർച്ചാ വിഷയമാക്കുന്നതെല്ലാം ഉണ്ണികൃഷ്ണൻ്റെ നേതൃത്വത്തിലായിരുന്നു. അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണനായിരുന്നു അതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ളത്. അപ്പം ഒരു പാർലമെൻറ്റേറിയൻ എന്നുള്ള നിലയിലും ഈ മന്ത്രി എന്നുള്ള നിലയിലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എൻ്റെ ഒരു ഓർമ്മയിൽ കേരളത്തിൽ നിന്ന് അതുപോലെ പ്രാഗൽഭ്യത്തോടു കൂടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു നേതാവ് ഉണ്ടായിരിക്കത്തില്ല. ആ നിലയിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിനകത്ത് അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയത്തിനകത്ത് അദ്ദേഹം വലിയ പങ്കൊന്നും വഹിച്ചിട്ടില്ലെങ്കിലും ദേശീയ തലത്തിൽ ഉള്ള ഈ രാഷ്ട്രീയത്തിൽ അദ്ദേഹം വളരെ
വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു നേതാവായിട്ടാണ് അത് കണക്കാക്കിയിട്ടുള്ളത്. അതേപോലെ സാർ ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ യുദ്ധം നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മധ്യേഷ്യൻ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ KP ഉണ്ണികൃഷ്ണൻ്റെ ഒരു മാതൃക നിലവിലുള്ള ഇന്ത്യൻ ഭരണകൂടത്തിന് മുന്നിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ? അല്ല, അത് ഇപ്പം നമ്മൾ വളരെ എന്താ പറയുന്ന ഒരു ചരിത്രത്തിൻ്റെ ഒരു ഐറണി എന്നുള്ള മട്ടിൽ വേണമെന്നുള്ളത് നമുക്ക് പറയാം. കാരണം ഇന്ന് ഗൾഫ് രാജ്യങ്ങളിലെ മുഴുവൻ ഇന്ത്യക്കാരും പ്രത്യേകിച്ച് മലയാളികൾ വലിയ ഒരു അനിശ്ചിതാവസ്ഥയും ആശങ്കയും നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഉണ്ണികൃഷ്ണൻ നമ്മെ വിട്ടു പിരിയുന്നത്. അപ്പോൾ അന്ന് ഉണ്ണികൃഷ്ണൻ 1990-91 കാലഘട്ടത്തിൽ ഉണ്ണികൃഷ്ണനെ പോലുള്ളൊരു നേതാവ് കാണിച്ച എന്താ പറയുന്ന ഒരു ദീർഘവീക്ഷണവും ഒരു അടിയന്തര സാഹചര്യത്തിൽ ഇടപെടാൻ കാണിച്ച പ്രാഗൽഭ്യവും ഇന്ന് നമ്മുടെ നേതാക്കൾക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ്. കേരളത്തിൽ അതിനോട് ഏതെങ്കിലും തരത്തിൽ അതിന് സമാനമായ നിലയിലുള്ള ഒരു പ്രവർത്തനം ഏറ്റെടുക്കാൻ ഉള്ള നേതാക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിരുന്നാൽ നമുക്ക് വളരെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അങ്ങനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ള നേതാക്കൾ ആരും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അന്ന് ഉണ്ണികൃഷ്ണൻ ചെല്ലുന്നത് ഈ ജോർദാൻ രാജ്യത്താണ്. ജോർദാനിലെ രാജാവ് ഇന്നത്തെ ജോർദാനിലെ രാജാവ് അന്ന് അവിടുത്തെ ക്രൗൺ പ്രിൻസാണ്, രാജകുമാരനാണ്. അദ്ദേഹവുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ ഈ പറയുന്ന ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും മലയാളികളാണ്, ഇവർക്ക് ഈ എന്താ പറയുക തിരിച്ചു വരാനായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതും. കാരണം അമ്മാനിൽ നിന്നാണ് ഈ ഫ്ലൈറ്റുകൾ സർവീസുകൾ മുഴുവൻ, ജോർദാൻ്റെ തലസ്ഥാനമായ അമ്മാനിൽ നിന്നാണ്. അപ്പോൾ അവിടെ നിന്ന് ഈ ടെൻറ്റുകൾ, കാരണം ഏറ്റവും വലിയ ഒരു മരുഭൂമിയിൽ കിടക്കുന്ന ഇവർക്ക് താൽക്കാലികമായിട്ട് ടെൻറ്റിങ് മെറ്റീരിയൽസ് കൊണ്ടുവന്ന് ടെൻറ്റുകൾ ഉണ്ടാക്കിയിട്ട് ആ ടെൻറ്റുകളിൽ താമസിപ്പിക്കുന്ന അപ്പം ജോർദാന് പറയുന്നുണ്ടായിരുന്നു, അവരോട് പറഞ്ഞത് ഞങ്ങളൊരു ടെൻറ്റിങ് മെറ്റീരിയൽ ഇല്ല. അങ്ങനെയാണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സഹായത്തോടു കൂടി ടെൻറ്റിങ് മെറ്റീരിയൽസ് അവിടെ എത്തിക്കുകയാണ്. ആ ടെൻറ്റിങ് മെറ്റീരിയൽസ് എത്തിച്ച് ടെൻറ്റുകൾ ഉണ്ടാക്കിയിട്ട് ആ ടെൻറ്റുകളിൽ അവർ താമസിച്ചിട്ടാണ്. കാരണം എനിക്ക് തോന്നുന്നു 66-67 ദിവസം തുടർച്ചയായിട്ട് നിന്ന ഇവാക്യുവേഷൻ ഫ്ലൈറ്റുകളാണ് പിന്നെ നടത്തുന്നത്. അപ്പോൾ ആ നിലയിൽ ഒരു ക്രൈസിസ് സിറ്റുവേഷനെ നേരിടുന്നത്, അത് നോക്കണം. 90-91 കാലത്ത് ഒറ്റ രാജ്യമാണ് കുവൈറ്റ് എന്ന് പറഞ്ഞ ഒറ്റ രാജ്യമാണ്. ഇന്ന് GCC രാജ്യങ്ങൾ മുഴുവൻ തന്നെയും വലിയ അനിശ്ചിതത്വം നേരിടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ ആ നിലയിൽ അതിൻ്റെ ഗൗരവത്തോടു കൂടിയിട്ട് നമ്മുടെ ഈ സിറ്റുവേഷൻ ഇടപെടുന്ന രീതിയിൽ നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും രാഷ്ട്രീയ നേതാക്കളും ഇടപെടാനായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഉണ്ണികൃഷ്ണൻ്റെ ആ കാലത്തെ പ്രവർത്തനങ്ങൾ.